സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധന നിലവിൽ വരുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ കാര്യമായി ബാധിക്കില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ സാമ്പത്തിക വർഷം യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ നിരക്ക് വർധന നിലവിൽ വന്നു. ഒരു റിപ്പോർട്ടിലേക്ക്. 2017നും 2024നും ഇടയിൽ ഇത് 5ാം തവണയാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്നത്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് നിരക്ക് വർധന. യൂണിറ്റിന് 16 പൈസയോടൊപ്പം അടുത്ത സാമ്പത്തിക വർഷം 12 പൈസ കൂടി വർദ്ധിക്കും. പുതിയ നിരക്കനുസരിച്ച് 50 യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ 203 രൂപയും 100 യൂണിറ്റിന് 430 രൂപയും 550 യൂണിറ്റിന് 5100 രൂപയും ഉപഭോക്താക്കൾ നൽകേണ്ടി വരും. പുതിയ നിരക്കനുസരിച്ച് 50 യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ 203 രൂപയും 100 യൂണിറ്റിന് 430 രൂപയും 550 യൂണിറ്റിന് 5100 രൂപയും ഉപഭോക്താക്കൾ നൽകേണ്ടി വരും. അതേസമയം വേനൽക്കാലത്തെ സമ്മർ താരിഫ് എന്ന നിലയിൽ 10 പൈസ അധികമായി ഈടാക്കണമെന്ന KSEBയുടെ ആവശ്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തള്ളി. 1000 വാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരുമായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായ ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനയില്ല എന്നത് ആശ്വാസമാണ്. ഏകദേശം 32,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. കൂടാതെ അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ എന്നിവയുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ നിരക്ക് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ചെറുകിട വ്യവസായികൾക്ക് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെ വൈദ്യുതി നിരക്ക് 10% കുറയ്ക്കും. കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി നിരക്കിൽ യൂണിറ്റിന് 5 പൈസ മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. വ്യാവസായിക മേഖലയിൽ 1 മുതൽ 2% വരെയാണ് നിരക്ക് വർധനവ്. അതേസമയം മീറ്റർ വാടക വർദ്ധിപ്പിക്കാത്തത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.